അമൽ, നീ പറയുന്നതെല്ലാം സത്യം തന്നെയാണെന്ന് നിനക്ക് ഉറപ്പില്ലേ? നിനക്കെന്താ തോന്നുന്നത്? ഞാൻ കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞത് വിശ്വസിക്കാനാവുന്നില്ല. അതാ ഞാൻ. ഇനിയിപ്പോൾ വല്ല തെറ്റും പറ്റിയതാണെങ്കിലോ എന്ന് ഓർത്തിട്ടാ. ഒരിക്കലും എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല. നീ പറഞ്ഞ അന്നു മുതൽ ഞാൻ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയും തെളിവുകൾ കിട്ടിയിട്ടും നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വാ, ഞാനെല്ലാം നിനക്ക് മനസ്സിലാക്കിത്തരാം. ഹേയ്, നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്കറിയാം. ഒന്നിനു പകരം 10 വട്ടം ചിന്തിച്ചിട്ടേ നീ ഏതൊരു കാര്യവും പറയുകയും ചെയ്യുകയും എന്ന്. എന്നാലും എനിക്കെന്തോ ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. എല്ലാം കേട്ട് തരിച്ചിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ ടേബിളിലിരുന്ന വെള്ളം നീക്കി വെച്ചുകൊണ്ട് അർപ്പിത അസ്വസ്ഥതയോട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തത്, എല്ലാം അറിഞ്ഞിട്ടും അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്. വീട്ടിലിരിക്കുന്ന അമ്മയെങ്കിലും അവനൊന്ന് ഓർത്തുകൂടെ? ദേഷ്യത്തോടെ മുഖം കൂട്ടുന്നവനെ കണ്ടതും അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. എടാ, അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. നീ പറഞ്ഞത് ശരിയാ. ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ കുടുംബജീവിതം തന്നെയാണ് വലുത്. പക്ഷേ എന്നാലും ഇത്രയും കാലം ഒരു കുറവും ഇല്ലാതെ തന്നെ വളർത്തിയ അച്ഛനമ്മമാരെ വേണ്ടെന്ന് വെക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഓർക്കുമ്പോഴാ. അവനൊരു ജലദോഷം എന്ന് പറഞ്ഞാൽ പോലും ഈ അമ്മയ്ക്കത് സഹിക്കില്ല. അങ്ങനെയുള്ള ആ അമ്മയെ അവനൊന്ന് കണ്ടിട്ട് എത്ര വർഷങ്ങളായെന്ന് ഓർക്കുമ്പോഴാ. കണ്ണു നിറച്ചുകൊണ്ട് അമ്മയെ നോക്കി പറയുന്നവനെ കണ്ടതും അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ എത്ര വർഷമായി എൻ്റെ അമ്മയെ കാണുന്നു? എന്നിട്ട് ഇതേവരെ ഒരു ഉറുമ്പിനെയെങ്കിലും എൻ്റെ അമ്മ നോവിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? തൊണ്ടയിടറിക്കൊണ്ട് ചോദിക്കുന്നവളെ കണ്ടതും അവനാകെ വല്ലാതെയായി. 10 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അന്നു മുതൽ താൻ കാണുന്നതാണ് അമ്മയും ഏട്ടനും ഇവളും തമ്മിലുള്ള പരസ്പര സ്നേഹം. പക്ഷെ ഇപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ടേബിളിലെ ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കി. സ്നേഹത്തോടെ അച്ഛനമ്മമാർക്കൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അർപ്പിതയെയും അർണവിനെയും കണ്ടവൻ സങ്കടത്തോടെ അർപ്പിതയെ നോക്കി. ഏട്ടനെന്ന് പറഞ്ഞാൽ എനിക്ക് ആരാണെന്ന് നിനക്കറിയാവല്ലോ. അച്ഛനും അമ്മയും ഏട്ടനും അവരായിരുന്നില്ലേ എൻ്റെ ലോകം. കുഞ്ഞുനാൾ മുതൽ ഏട്ടൻ്റെ നെഞ്ചിലും തോളിലുമായാണ് ഞാൻ വളർന്നത്. സത്യം പറഞ്ഞാൽ അച്ഛനേക്കാളും എനിക്കെന്നും പ്രിയപ്പെട്ടത് എൻ്റെ ഏട്ടൻ തന്നെയായിരുന്നു. അങ്ങനെയുള്ള അവനാ ഇന്ന് ഞങ്ങളെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതെ. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങളൊക്കെ അവനോട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും കാരണം അവളാ, അർച്ചന. ഞങ്ങളൊക്കെ പോയി സംസാരിച്ചപ്പോൾ അവൾ ചേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അവനെ മതിയെന്ന് അവളുടെ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ഏട്ടൻ ഇങ്ങനെ ആവില്ലായിരുന്നു. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കള്ളു കുടിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അവനെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷേ ഇത്രയും കാലമായി ഞങ്ങൾ അവനെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിച്ചിട്ട്. അമ്മയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അർപ്പിത നിർവികാരതയോടെ അവനെ നോക്കി. ശരിയാണ്, അവൾക്ക് ഞങ്ങളെക്കാൾ സാമ്പത്തികം കൂടുതലുണ്ടായിരുന്നു. പക്ഷെ പ്രേമിക്കുന്നതിന് മുൻപ് അവൾക്കിതൊക്കെ ചിന്തിച്ചിട്ട് പ്രേമിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അവനോടൊന്ന് പറയുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നിനക്ക് സ്വത്തും പണവും കുറവാണെങ്കിൽ ഈ ബന്ധം വിവാഹത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാൻ താല്പര്യമില്ലെന്ന്. ഇതിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ പിറകെ നടന്ന് സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചതും സ്നേഹിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമിച്ചിട്ട് ആ പാവത്തിനെ കളഞ്ഞിട്ട് പോകാൻ അവൾക്ക് എങ്ങനെ തോന്നി? എടാ, എല്ലാവർക്കും അവരവരുടെ പ്രണയം കിട്ടണമെന്നില്ല. നീ തന്നെ ചിന്തിച്ച് നോക്കിക്കേ. നിനക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിനക്കൊരിക്കലും അയാളോടുള്ള പ്രണയം തുറന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? നീ സ്നേഹിച്ച ആൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നതല്ലേ? നെടുവീർപ്പോടെ പറയുന്നവനെ കണ്ടതും അമ്മ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. ശരിയാണ്, ഹൈസ്കൂൾ കാലം മുതൽക്ക് അർപ്പിതയ്ക്ക് ആരോടോ പ്രണയമുണ്ടെന്നല്ലാതെ അതാരാണെന്ന്, എവിടെയാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. എന്തിന്, അവൾ പ്രണയിക്കുന്ന ആളോട് പോലും അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല തനിക്ക് അയാളെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഒന്നറിയാം, പ്രാണൻ പോയാലും അവളെ അയാളിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്നത്. ഒരു കുരുക്ക് കീഴ 2 പ്രണയങ്ങൾ. ഒന്ന് പ്രാണൻ പറിച്ചെടുത്ത് നടന്നു നീങ്ങുന്ന പ്രണയവും മറ്റൊരു ഭാഗത്ത് പ്രാണൻ നൽകിയുള്ള പ്രണയവും. സത്യത്തിൽ പ്രണയത്തിന് എത്ര മുഖങ്ങളാണല്ലേ. കണ്ണീരിനോളം കയ്പുണ്ടെങ്കിലും കരിമ്പിനോളം മധുരവും ആ പ്രണയത്തിനുണ്ട്. നീ വിഷമിക്കേണ്ട പെണ്ണെ. നിന്റെ ചേട്ടനെ ഞാൻ ഉറപ്പായും നിനക്ക് തിരികെ തന്നിരിക്കും. ഒന്നുമില്ലെങ്കിലും
അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് തന്നെയല്ലേ ഞാനും പോകുന്നത്. അവിടെ ചെന്നിട്ട് അവന് ഞാൻ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ മനസ്സിലെ മുറിവിൻ്റെ ആഴം കുറച്ച് ചേട്ടൻ്റെ ഈ മദ്യപാനവും കാര്യങ്ങളും ദേഷ്യവും വഴക്കും ഒക്കെ മാറ്റും. എനിക്ക് തോന്നുന്നു ഏട്ടൻ അത്രയേറെ അവളെ സ്നേഹിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. സാരല്ല, ഞാൻ പോകുന്നതിന് മുൻപ് നമുക്ക് പോയിട്ട് അവളെ ഒന്ന് കാണണം. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല എന്ന് കരുതിയല്ലേ അവളിപ്പോൾ ഇരിക്കുന്നത്. അത് വേണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞെന്ന് അവളും കൂടെ അറിയട്ടെ. ഒന്നുമില്ലെങ്കിൽ ഒരു കുടുംബം മുഴുവൻ തകർത്തിട്ടിരിക്കുന്നവളല്ലേ. ഹേയ്, അതൊന്നും വേണ്ടാടാ. അവൾ പറഞ്ഞതുപോലെ അവളുടെ വീട്ടുകാരായി കണ്ടുപിടിച്ച പയ്യനല്ലേ, മറിച്ച് അവളായി കണ്ടുപിടിച്ച പയ്യൻ തന്നെയാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞതെന്ന് അവളെ അറിയിച്ചിട്ട് പോ. നമുക്കെന്താ നേട്ടം? നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ അമലിൻ്റെ ചുമരിലേക്ക് ചാഞ്ഞു. അവളുടെ സങ്കടം മനസ്സിലാക്കിയെന്നതുപോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. എടാ, നേട്ടമൊന്നും ഉണ്ടായിട്ടല്ല. ഒരേ സമയം രണ്ടുപേരെ പ്രണയിച്ചിട്ട് അതാരും അറിഞ്ഞിട്ടില്ലെന്നും നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി എന്നൊക്കെ കരുതിയല്ലേ അവളിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. നമ്മളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് അവളറിയട്ടെ. ശരി, അവളെ അറിയിച്ചിട്ട് അതുകൊണ്ട് എന്താണ് കാര്യം? നമ്മൾ അറിഞ്ഞതുകൊണ്ട് മണ്ടന്മാരായിരിക്കുകയാണെന്ന് അവളെ അറിയിക്കാനോ? ഇഷ്ടക്കേടോടെ തൻ്റെ ചുമലിൽ നിന്ന് എഴുന്നേറ്റ് മാറിയവളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടവൻ മുഖം കൂട്ടി. നീ പറഞ്ഞതിലും കാര്യമുണ്ട്, പക്ഷേ ഒരു പക്ഷേയുമില്ല. അവൾക്കുള്ളത് ദൈവം കൊടുത്തോളും. നമുക്കിപ്പോൾ ഏട്ടൻ്റെ കാര്യമാണ് വലുത്. അവനോട് അവൾ ഇത്രയും വലിയ ചതി ചെയ്തെന്ന് അവനിപ്പോൾ അറിയണ്ട. അവൻ കരുതിയിരിക്കുന്നത് പോലെ അവളുടെ അച്ഛനെ എതിർക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ ഉറപ്പിച്ച വിവാഹത്തിന് അവൾ സമ്മതം മൂളി. ഇത് തന്നെ തൽക്കാലം അവൻ വിശ്വസിക്കട്ടെ. അവനൊന്ന് ഓക്കെ ആയിട്ട് പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീ പറഞ്ഞതാ ശരി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവനോട് നീ എപ്പോഴാ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത്? ഹേയ്, അതൊന്നും ശരിയാവില്ല. ഓൾറെഡി ആൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞാലും അവൻ ഒരിക്കലും എന്നെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. പോരാത്തതിന് ഒരു പ്രേമം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കണ്ടില്ലേ? എത്ര പേരാ സങ്കടപ്പെടുന്നത്. അത് ശരി, അപ്പോൾ നീ ഒരിക്കലും അവനോട് ഇഷ്ടമാണെന്ന് പറയില്ലേ? അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റവൻ കയ്യിലെ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഹേയ്, ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കും. അതുകൊണ്ടൊരിക്കലും പറയില്ല. നിന്റെ ഇഷ്ടം. അമ്മേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് ഒരിടം വരെ പോകാനുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുവിടാ. നാളെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞിരുന്നു. നീയൊന്ന് പറഞ്ഞേക്കണേ. പുഞ്ചിരിയോടെ തന്നെ നോക്കി തലയാട്ടുന്നവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കണ്ടവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ഡീ അമ്മു, ഒന്നിങ്ങ് വന്നേ. പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയവൻ്റെ ശബ്ദം കേട്ടവൾ കാര്യമറിയാനായി ഉമ്മറത്തേക്ക് ഓടിച്ചെന്നു. എന്താ നീ എന്തിനാ കിടന്ന് കാറുന്നത്? അതോ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? നീ പറഞ്ഞതുപോലെ അവൻ നിന്നെ വേണ്ടെന്നൊന്നും പറയില്ല. നിന്നെ ഒരിക്കലും അവൻ കരയിക്കുകയും ചെയ്യില്ല. എന്ത്? കാര്യം മനസ്സിലാകാതെ അവൾ അവനെ തുറിച്ചു നോക്കി. അല്ല, എനിക്ക് വേറെ ലവറൊന്നുമില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നവളെ അന്നേ റിജക്റ്റ് ചെയ്തതാ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ദേഷ്യത്തിൽ ചാടിത്തുള്ളി പോയതുകൊണ്ടാണ്. ബാക്കി നീ അറിയാതെ പോയത്. ഇനിയിപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ നിനക്ക് ഇന്നൊരു ദിവസം കൂടിയേ സമയമുള്ളൂ. നാളെ ആയാൽ നമ്മുടെ കെട്ട് അറേഞ്ച്ഡ് മാരേജ് ആയി പോകും. എന്താ? അവൻ പറഞ്ഞത് മനസ്സിലാകാതെ കണ്ണു മിഴിച്ച് ചോദിക്കുന്നവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ വണ്ടി വീടിൻ്റെ ഗേറ്റിന് പുറത്തേക്കിറക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.